ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളെ കാണാൻ രസം കാണത്തില്ലായിരിക്കും. പക്ഷെ ഞങ്ങളൊന്ന് കുളിച്ച് കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ഗ്ലാമർ. പക്ഷെ പെൺപിള്ളേർ അങ്ങനല്ല. അവര് വെളിയിൽ പോകുമ്പോഴത്തേന് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് ഉപ്പുമാവ് റവയൊക്കെ അവിടെ എവിടെയും ചുണ്ടത്തൊക്കെ വലിച്ചു വാരി തേച്ച് കളറൊക്കെ തേക്കും. ഇവര് വീട്ടിൽ വന്നിട്ട് അങ്ങനെ നല്ല കാണാൻ നല്ല രസമായിരിക്കും. വീട്ടിൽ വന്നൊന്ന് കുളിച്ച് കഴിയുമ്പോൾ മേക്കപ്പ് മൊത്തവും പോലും അങ്ങനെ കഴിവാളി തിരിക്കുകയും ചെയ്യും. അതന്നെ കറക്റ്റ് കറക്റ്റ്. എപ്പിക് ട്രയൽ വന്നിട്ട് റാണി ചേട്ടാ പറഞ്ഞിട്ടാ അനൂപ് വന്നിട്ടുണ്ട്. അപ്പൊ അനൂപ് ദാണ്ട് എപ്പോഴും അനൂപേന്ന് വിളി. അനൂപേ 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 അനൂപേ. പ്ലസ് ടു പഠിக்கிற മകൻ ഇരിക്കണ്ടാ. പ്ലസ് ടു പഠിக்கிற എന്നോട് പയ്യൻ വന്ന് പ്ലസ് ടു. എന്നെ കണ്ട പിന്നെ പ്രായം തോന്നുന്നത് നല്ല ഗ്ലാമറാണ്. കാരണവന്മാരായിട്ട് എനിക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട്. പിന്നെ ഇല്ലേ നിങ്ങൾക്ക് ഉണ്ടല്ലോ 8ാം ക്ലാസ്. എത്ര പഠിക്കുന്നേ മോള്? 10ാം ക്ലാസ് ആയോ? ഇല്ലല്ലോ 9ാം ക്ലാസ്. മോയെ എനിക്ക് പിന്നെ 9ാം ക്ലാസ്സില്. പക്ഷെ ഞാൻ 18ാം വയസ്സ് കല്യാണം കഴിച്ചേ. പ്രേമമായിരുന്നു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എനിക്ക് പ്രായമില്ല. சரி மாமா நீங்க சொல்றது ஒண்ணுமே இது உண்மையாதான். என்ன உண்மையான்னு மாமா நீங்க வந்து ദളപതി രാജാമായി എന്റെ അപ്പോ അപ്പഴേക്ക് നിങ്ങള് ദളപതി രാജാന്നാക്കിയിരിക്കുന്നു. നിങ്ങള് ദളപതി രാജയായിട്ടാ. ജിത്തു പറയുന്നുണ്ട് ദളപതി രാജയത്ര. കാരണം തത്തക്കളിയെല്ലാം വെച്ചിട്ടിരിക്കുന്നത് കയ്യില്. അതായിരിക്കും തോന്നുന്നത്. പ്രാണി മോളെ എപ്പിക്ക് വിളിക്കുന്നുണ്ട്. റാണിയേ റാണിയേ. തമാശപ്പാ ജീത്തുവിനെ കൊണ്ട് വിളിക്കുന്ന കേട്ടോ. റാണിയേ കേട്ടോ. റാണിന്ന് വിളിച്ച കേട്ടോ. ഇപ്പൊ റാണിയേ വേദനിക്കത്തില്ലേ? നോവിക്കത്തില്ല, ഇടയ്ക്ക് നോവിപ്പിക്കും. അതിന് യജമാനെ അറിയാം. സ്നേഹം പ്രകടിപ്പിക്കുക. ഇത് ആഫ്രിക്കൻ തത്തയല്ലേ. ഇത് കിസ് തരുന്നത് ഫ്രഞ്ച് കിസ്സാണ്. നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ കൊടുക്കുന്നത്. ഒരു ചുണ്ടത്തെ തരത്തുള്ളൂ. കണ്ടോണോ ഉമ്മതാ ഉമ്മതാ. അതാണ് ആഫ്രിക്കൻ തത്ത എന്ന് പേര് വന്നത്. മമ്മി റാണിന് അതാ റാണിത്തത്തയാക്കും. റാണിത്തത്ത നോ നോ ചെയ്യരുതങ്ങനെ. നോ നോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കണം. നോ പറഞ്ഞപ്പോ ഇങ്ങോട്ട് നോക്കണം. അത് അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കണം. അപ്പൊ എല്ലാവരും വരും കേട്ടോ താഴേക്ക്. അല്ല 3 പേരൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ ഞാൻ അത് പറയണില്ല. എല്ലാരും താഴോട്ട് വരൂ താഴോട്ട് വരൂ താഴോട്ട് വരൂ. ജിത്തു മാത്രമേ കാണത്തുള്ളൂ തോന്നുന്നു. ആരെങ്കിലും എന്റെ ചാനല് സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. എല്ലാവരും താഴോട്ട് വന്നിട്ട് ഡബിൾ ടാപ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് വീഴും. അപ്പൊ ലൈക്ക് ഇട്ടിട്ട് വരൂ പ്ലീസ്. മാമ എനിക്ക് ഒരു കുട്ടി വേണം. പ്രൈസ് சொல்லுங்க. 35,000 கேட்டாச்சா? இது உங்ககிட்ட தான் சொல்றாங்க அவங்க. கேட்டாச்சா? என்ன അവിടെ പോയിരിക്കുന്നു? ഓ കൂട്ടിനുള്ളിൽ ഇടാൻ പോയത്. കേട്ടാച്ചാ ജിത്തു? 35,000 അത്ര വില ഇருக்கு. സുമ്മാ അല്ല. ഓക്കെ. പിന്നെ നീങ്ക എത്ര ഉണ്ടാവും അനുസരിച്ചിട്ട് 100 രൂപ കിട്ടും വിചാരിച്ചിട്ടുണ്ടോ? എന്നെ വളർത്തണമെങ്കിൽ ഒരു മാസം എങ്ങനെയായാലും ഒരു 6,000-7,000 രൂപ അല്ലാതെ ചെലവാകും. அவங்க தத்தമ്മക്ക് சாப்பிடணும்னா 6,000-7,000 രൂപ ആവും. அதுக்கோட செலவு ഫുഡ്. അപ്പോ 30,000 അല്ല അത്. അപ്പൊ அதுக்கு அப்புறம் കൊടുക്കണം.
മൊത്തത്തില് 7 ലൈക്ക് വന്നിട്ടുണ്ട്, 4 പേര് കാണുന്നുണ്ട്. അപ്പൊ 4 പേരൊന്ന് താഴെ